ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി നൈറ്റിയുടെ നെക്ക് ഡിസൈനാണ്. കുർത്തിക്കും പറ്റും, നൈറ്റിക്കും സൂപ്പറാണ് കേട്ടോ. നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ നൈറ്റി പ്ലെയിനിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി എടുത്ത് കാണും വർക്ക് കേട്ടോ. അപ്പോൾ ഒരു 8 ഇഞ്ച് ലെങ്ത്താണ്. വീതി നോക്കിക്കോളൂ. വീതി നമ്മളുടെ ഒരു ഷോൾഡറിൻ്റെ ഒക്കെ വിഡ്ത്ത് വേണ്ടി വരും. അതായത് ഒരു 7 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളവും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലൊരു ബാലൻസ് തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നാണ് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് വെച്ച ശേഷം നമ്മുടെ നൈറ്റിയുടെ ഷോൾഡറും ആം ഹോളിനും അനുസരിച്ചിട്ട് ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ വെച്ചിട്ട് കണ്ടോ, നോക്കിക്കോളൂ. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ആ സൈഡിൽ ഒരെണ്ണം എക്സ്ട്രാ തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്ര നമുക്ക് ആവശ്യമില്ല, അത്ര പോലും ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞത് ഇതിപ്പോൾ നോക്കിക്കോളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴുത്തിൻ്റെ ഇറക്കം ഞാൻ 4.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴുത്ത് നമുക്ക് നൈറ്റിക്ക് അധികം ലെങ്ത്ത് വേണ്ടാലോ അല്ലേ, അത്രയും ലെങ്ത്ത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ 4.5 കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി കഴുത്തിൻ്റെ അകലം ഞാൻ 2.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ കഴുത്ത് നെക്കിൻ്റെ ഇവിടെ യു ആണ് കൊടുക്കുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ശേഷം താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് അത് തന്നെ ഇരുന്നോട്ടെ കേട്ടോ. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ സൈഡിലോട്ട് വരുന്നത് എങ്ങനെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു മെറ്റീരിയൽ ആകുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇതിങ്ങനെ വരച്ചിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ചരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം മുകളിലോട്ട് കേട്ടോ. അങ്ങനെ തന്നെ നമ്മളത് ചെയ്യണം. അപ്പോഴാ ഒരു ഭംഗി ശരിക്കും കിട്ടത്തുള്ളൂ. 2 ഇഞ്ച് കണ്ടോ, സൈഡിൽ നടന്ന് നോക്കുമ്പോൾ 2 ഇഞ്ചാണ്. എന്നിട്ട് ഇതൊരു കർവ് പോലെ കട്ട് ചെയ്ത് വിടാം. നമ്മളിത് വി സ്റ്റാർ നൈറ്റി പിന്നെ അതുപോലത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നൈറ്റീസ്. അതിലൊക്കെയാണ് ഇങ്ങനത്തെ ഡിസൈനുകൾ കണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാനിത് നമ്മുടെ നൈറ്റി പീസിനോട് ചേർന്ന് തന്നെ ആ നെക്കിൻ്റെ പീസും വെച്ച് കഴുത്തും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് കുറയ്ക്കുന്നില്ല. ഇനി ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ നെക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്ത ശേഷം നമുക്ക് ഇത് ഈ ഷോൾഡറിൻ്റെ സൈഡ് വേണ്ട, ആം ഹോളിൻ്റെ സൈഡ് വേണ്ട, അല്ലാതെ ആ കർവ് വശത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തയ്ച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് പോവാം. നല്ല വശത്തിൻ്റെ മേലെ വേണം നമ്മളുടെ ഈ ക്രോസ് പീസ് വെച്ചിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിക്കേണ്ട കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് ഉള്ളിലോട്ട് തിരിച്ചിടാം. പൈപ്പിംഗ് എഫക്റ്റ് ചെയ്യാനാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം, നമുക്ക് നൈറ്റിക്കൊക്കെ ഒരിക്കലും ക്യാൻവാസ് വെച്ച് അധികം ചെയ്യാൻ നിൽക്കരുത്. സിമ്പിളായിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതിന് ശേഷം നമുക്ക് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം അത് മൊത്തം കർവാണ്. അപ്പം ക്രോസ് പീസ് വെച്ചിട്ടും കൂടി തന്നെ നമുക്കത് പെർഫെക്റ്റ് ആവുന്നില്ല. അപ്പോൾ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഉള്ളിലോട്ടേക്ക് തിരിച്ചിടണം. നഖം വെച്ച് ഒന്ന് ഷേപ്പാക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ഷേപ്പാക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലോട്ടേക്ക് മറിച്ചിട്ടിട്ട് പൈപ്പിംഗ് പോലെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് ഉള്ളിലോട്ട് തിരിച്ചിടുകയും ചെയ്യാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് ഉള്ളിലോട്ടേക്ക് മറിച്ചിടാം, അല്ലെങ്കിൽ പൈപ്പിംഗ് പോലെ കൊടുക്കാം. ചുറ്റും കട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് നോക്കിക്കേണ്ടത് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ പ്ലെയിൻ നൈറ്റി ബിറ്റ് ഞാൻ പ്ലെയിനാണ് എടുത്തിരിക്കുന്നത്. നൈറ്റി ബിറ്റിൻ്റെ ഉൾവശം എടുക്കുക. അതായത് നല്ല വശം ഉൾവശം എടുത്ത് വെച്ചിട്ടുണ്ട്. നൈറ്റിയുടെ ഉൾവശത്തിൻ്റെ മേലെ നമ്മൾ ഇപ്പം ചെയ്തിരിക്കുന്ന നെക്ക് പീസിൻ്റെ നല്ല വശം നൈറ്റിയുടെ ഉൾവശത്തോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ കഴുത്തിൻ്റെ അവിടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഫുൾ അടിച്ചു കൊടുത്ത ശേഷം, ഇതിപ്പോൾ നൈറ്റി പീസിൻ്റെ ഉൾവശത്താണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തയ്യൽ തുമ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ നെക്ക് പാച്ചിനെ നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് കഴുത്ത് പതിച്ചടിക്കണം. അപ്പം എന്നിട്ട് നമുക്ക് നോക്കിക്കത് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ഇങ്ങനെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കണ്ടോ, ഇങ്ങനെ ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം അതിന് ഈ ഒരു നെക്കിനെ കണ്ടോ ഇതുപോലെ നല്ല വശത്തേക്ക് അപ്പുറത്തേക്ക് തിരിച്ചിടുക. ഉൾവശത്താണ് നമ്മളത് വെച്ചത്. നല്ല വശത്തേക്ക് തിരിച്ചിടുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് കഴുത്തിൻ്റെ ഭാഗം ഒന്ന് പതിച്ചടിക്കാം. കണ്ടോ, എന്നിട്ട് അതിൻ്റെ തുമ്പ് വശവും ആ നൈറ്റി തുണിയോട് ചേർത്ത്
ഇതാവും. ഇത് നൈറ്റി നമ്മൾ തയ്ച്ചിട്ട് കഴിയുമ്പോഴായിരിക്കും ശരിക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് അറിയുക കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ്. കണ്ടോ, ഈ രീതിയിൽ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി പുറത്തൊക്കെ നൈറ്റ് തയ്ച്ചു കൊടുക്കുമ്പോൾ കോൺട്രാസ്റ്റ് കളറിൽ വെച്ച് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഗ്രീനും അതുപോലെ തന്നെ ബ്ലാക്കും ആയതുകൊണ്ട് കറക്റ്റ് ആ ബ്ലാക്ക് മെറ്റീരിയൽ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ പ്ലെയിൻ കളർ നൈറ്റി ബിറ്റ് ഒക്കെ വില 160 രൂപയുള്ളൂ 3 മീറ്ററിന്. പ്രിൻറ്റഡ് നൈറ്റി ബിറ്റിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വില കൂടുതൽ. ഇപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, സൈഡ് കണ്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ഭാഗം കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ നോക്കിക്കത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് സൈഡിലൊന്ന് അടിച്ചു കൊടുക്കണ്ട. അപ്പോൾ അതോടുകൂടി നമ്മളത് തയ്ച്ച് തീരും. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫൈനൽ ലുക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടാകും നോക്കട്ടെ. നമ്മളത് മൊത്തം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നോക്കിക്കേ, ഇങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഉള്ളിൽ നല്ലൊരു ഫിനിഷിംഗ് ആണ്. കണ്ടോ, നല്ല രീതിക്ക് നല്ല എലഗൻ്റ് ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു നൈറ്റിയാണ്. നൈറ്റി ബിറ്റ് ഇത് വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഒന്ന് നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൈനൽ ലുക്ക് കണ്ടോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. ഇനി നൈറ്റ് അടിക്കുന്ന സമയത്ത് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കുമ്പോഴാണെങ്കിൽ സുഖമായിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക്